യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. മത്തായി 16:24. യേശുവിൻ്റെ പിന്നാലെ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളെ തന്നെ പരിത്യജിച്ച് നമുക്കെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ എടുത്തിട്ട് വേണം ഈശോയോടടുത്ത്. കാരണം കുരിശില്ലാതെ ഒരു രക്ഷയില്ല. കുരിശിൽ മാത്രമാണ് രക്ഷ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈശോ കാൽവരിയിൽ കുരിശിൽ ബലിയായി തീർന്നത്. ആ ഈശോനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളൊത്തിരി ത്യാഗങ്ങൾ സഹിച്ചിട്ട് വേണം. കാരണം ഈശോ വന്ന വഴികളിലൂടെയാണ് നമ്മൾ നടക്കേണ്ടത്. ആ വഴികളിൽ കല്ലുകളും ഉണ്ടാവും, മുള്ളുകളുണ്ടാവും, മുൾച്ചെടികളുണ്ടാവും. ഇതിനെയൊക്കെ ചവിട്ടി നടക്കാനുള്ള കൃപ ദൈവം തന്നെ നമുക്ക് തരും. ഈ നോൻപ്, ഉപവാസം, ഇതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് പരസ്പരം നമ്മുടെ മുന്നിൽ കാണുന്നവരെയും നമ്മുടെ ഇടപെടുന്നവരെയൊക്കെ നമുക്ക് ഈശോ കണ്ട പോലെ അവരെ കാണാം. ഈശോ സ്നേഹിച്ച പോലെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാം. പുറമേ കാണിക്കുന്ന സ്നേഹമല്ല, ഈശോ കുരിശിൽ കാണിച്ച ആ സ്നേഹം. ഈശോയെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.